എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവീ മാഹാത്മ്യം മധ്യമചരിതം 2-ാം അധ്യായം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവി മാഹാത്മ്യത്തിലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആ മഹിഷാസുരൻ അനേകം കോടി രഥങ്ങളും ആനകളും കുതിരകളുമായി ആ ദേവിയോട് യുദ്ധം ചെയ്യുവാനായി യുദ്ധഭൂമിയിൽ സന്നിഹിതനായി. അതിനുശേഷം ശ്ലോകം 47, തോമരൈഹി ഭിന്ദിപാലൈഹി ച ശക്തിഭിഹി മുസലൈഹി തഥാ യുയുധുഹു സംയുഗേ ദേവ്യാ ഗഡ്ഗൈഹി പരശു പട്ടിശൈഹി. ആ അസുരന്മാർ തോമരൈഹി തോമരം, ഭിന്ദിപാലൈഹി കവണ, ശക്തിബി വേല്, മുസലൈ ഇരുമ്പുലയ്ക്ക, തഥാ അതുപോലെ, ഗഡ്ഗൈ വാള്, പരശു മഴു, പട്ടിശൈ ഒരു തരം വീതി കൂടിയ വാൾ, ഈ എല്ലാ ആയുധങ്ങളും കൊണ്ട് ദേവ്യാ യുയുധുഹു ദേവിയോട് യുദ്ധം ചെയ്തു എന്ന്. അപ്പോൾ എല്ലാ അസുരന്മാരും തോമരം, കവണ, വേല്, ഇരുമ്പുലയ്ക്ക, വാള്, മഴു, വീതി കൂടിയ വാൾ, പട്ടിശം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നീ ആയുധങ്ങൾ കൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്തു. ശ്ലോകം 48, കേചിത് ച ചിക്ഷിബുഹു ശക്തിം കേചിത് പാശാൻ തഥാ അപരേ ദേവീം ഗഡ്ഗപ്രഹാരൈഹി തു തേ താം ഹന്തും പ്രചക്രമുഹു. കേചിത് ച ചില അസുരന്മാർ, ശക്തിം അതായത് വേല് ആ ദേവിക്ക് മേലെ എറിഞ്ഞു എന്ന്. ദേവിയോട് ചില അസുരന്മാർ വേലുകൊണ്ട് യുദ്ധം ചെയ്തു. ഇനി കേചിത് ചിലർ, പാശാം അതായത് പാശം എന്ന് വെച്ചാൽ കയർ ഉപയോഗിച്ച് ദേവിയോട് യുദ്ധം ചെയ്തു. തഥാ അതുപോലെ, അപരേ മറ്റു ചില അസുരന്മാർ, ഗഡ്ഗപ്രഹാരൈഹി വാളുകൊണ്ട് വെട്ടിയും, താം ദേവി ആ ദേവിയെ ഹന്തും കൊല്ലുവാൻ പ്രചക്രമോ ശ്രമിച്ചു എന്ന്, ഉത്സാഹത്തോടെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ചില അസുരന്മാർ ദേവിയോട് വേലുകൊണ്ട് യുദ്ധം ചെയ്തു, മറ്റു ചിലർ പാശം പ്രയോഗിച്ച് യുദ്ധം ചെയ്തു, വേറെ ചിലർ വാളുകൊണ്ട് വെട്ടിയും ദേവിയെ കൊല്ലാൻ പല വിധത്തിലും ഉത്സാഹത്തോടെ അവർ ശ്രമിച്ചു. ഇനി 49-ാമത്തെ ശ്ലോകം മുതൽ ദേവി എങ്ങനെയാണ് അസുരന്മാരുടെ ആ യുദ്ധത്തെ നേരിട്ടത് എന്ന് പറയുകയാണ് കേട്ടോ. സാ അഭി ദേവി തതഹ താനി ശസ്ത്രാണി അസ്ത്രാണി ചണ്ഡിക ലീലയാ ഏവ പ്രജിച്ഛേദ നിജ ശസ്ത്ര അസ്ത്ര വർഷിണി. സാ അഭി ദേവി ചണ്ഡിക ആ ചണ്ഡികാദേവി, തതഹ അപ്പോൾ, താനി ശസ്ത്രാണി അസ്ത്രാണി ആ അസുരന്മാർ അയച്ച ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും, നിജ ശസ്ത്ര അസ്ത്രാണി അസ്ത്രവർഷിണി തൻ്റെ സ്വന്തം, നിജ ശസ്ത്ര തൻ്റെ സ്വന്തം ശസ്ത്ര അസ്ത്രങ്ങൾ, വർഷിണി വർഷിച്ച്, ലീലയാ ഏവ ഒരു കളി പോലെ ലീല പോലെ, പ്രജിച്ഛേദ മുറിച്ചു കളഞ്ഞു എന്ന്. അതായത് ഒട്ടും ഭയപ്പെടാതെ, അസുരന്മാർ ചെയ്യുന്നത് പോലെ ഒട്ടും ഒരു പരാക്രമമൊന്നുമില്ലാതെ, ഒരു ലീലയായിട്ട് ഒരു കളിയായിട്ടാണ് ദേവി ആ അസ്ത്രങ്ങളെയൊക്കെ നേരിട്ടത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ ദേവി അസുരന്മാർ അയച്ച ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ഒക്കെ തൻ്റെ സ്വന്തം അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ട് ഒരു ലീല പോലെ ഒരു കളിയായിട്ട് ഛേദിച്ച് മുറിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. ശ്ലോകം 50, അനായാസ്ത ആനനാ ദേവി സ്തൂയമാനാ സുരർഷിഭിഃ മുമോജ അസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി ച ഈശ്വരി. സ്തൂയമാനാ സുരർഷിഭിഃ
ദേവന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ട ആ ദേവി അനായാസ്ത ആനന, അതായത് മുഖത്തിനൊട്ടും വാട്ടമില്ലാതെ ഇത്ര നേരം ഇത്രയ്ക്കധികം അസുരന്മാരെ ഒറ്റയ്ക്ക് നിന്ന് നേരിട്ടിട്ടും മുഖത്തിനൊരു വാട്ടവുമില്ലാതെ ഈശ്വരിയായ ആ ദേവി അസുരദേഹേഷു, അസുരന്മാരുടെ ശരീരത്തിലേക്ക് ശസ്ത്രാണി അസ്ത്രാണി, അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും മുമോച, വർഷിച്ചു എന്ന്. ഇപ്പൊ ദേവന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ട് ഇത്ര നേരവും യുദ്ധം ചെയ്തിട്ടും മുഖത്തിനൊരു വാട്ടവും കൂടാതെ നിൽക്കുന്ന ആ ദേവി അസുരന്മാരുടെ ശരീരങ്ങളിലേക്ക് ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും വർഷിച്ചുകൊണ്ടേയിരുന്നു. ശ്ലോകം 51. സഹ അഭി ക്രുദ്ധഃ ധുതസഡോ ദേവ്യാ വാഹനകേസരി ചചാര അസുരസൈന്യേഷു വനേഷു ഇവ ഹുദാശനഃ. ദേവ്യ, ആ ദേവിയുടെ വാഹനകേസരി, വാഹനമായ സിംഹവും, ദേവിയുടെ വാഹനമായ സിംഹവും, ക്രുദ്ധഃ, അതായത് ക്രുദ്ധനായിട്ട്, സഹ അഭി എന്ന് വെച്ചാൽ ആ സിംഹവും, ക്രുദ്ധനായി ദേഷ്യത്തോടു കൂടി ആ സിംഹവും, ദുദസട, അതായത് സടകൾ കുടഞ്ഞിട്ട്, അസുര സൈന്യേഷു, ആ അസുര സൈന്യത്തിൽ, വനേഷു ഇവ, കാട്ടിൽ, വനേഷു ഇവ എന്ന് വെച്ചാൽ ഒരു കാട്ടിൽ, ഹുദാശനഹ, കാട്ടുതീ എന്ന പോലെ, അഗ്നി പ്രവേശിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നതുപോലെ ആ സിംഹം അസുര സൈന്യത്തിൽ ചചാര, എങ്ങും അങ്ങും ഇങ്ങും സഞ്ചരിച്ചു എന്ന്. വനത്തിലേക്ക് കാട്ടുതീ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ആ വനത്തിലെ മുഴുവൻ വൃക്ഷങ്ങളെയും ആ തീ ചാമ്പലാക്കി കളയുന്നത് പോലെ ആ ഒരു കാട് പോലെ നിൽക്കുന്ന അസുര സൈന്യത്തിലേക്ക് ദേവിയുടെ വാഹനമായ സിംഹവും ക്രുദ്ധനായിട്ട് സടകൾ കുടഞ്ഞുകൊണ്ട് ആ സൈന്യത്തിലേക്ക് അങ്ങ് സഞ്ചരിച്ചു, അതിലേക്ക് അങ്ങ് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 52. നിശ്വാസാൻ മുമുജേ യാൻ ച യുധ്യമാന രണേ അംബിക തേ ഏവ സദ്യഃ സംഭൂത ഗണാഃ ശതസഹസ്രശഃ. അംബിക, ആ അംബികാദേവി രണേ, ആ യുദ്ധഭൂമിയിൽ, യുധ്യമാനഃ, യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, യാൻ നിശ്വാസാൻ മുമുജെ, ആ ദേവി പുറപ്പെടുവിച്ച നിശ്വാസങ്ങളിൽ നിന്ന്, ശതസഹസ്രശഃ, ആയിരക്കണക്കിന്, ഗണാഹ, ഭൂതഗണങ്ങൾ, സദ്യ, വളരെ പെട്ടെന്ന് തന്നെ, സംഭൂത, അവിടെ ഉദ്ഭവിച്ചു എന്ന്. ഇത്ര നേരം ദേവി ഒറ്റയ്ക്കായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. ഇനി ദേവിയോടൊപ്പം നിരവധി ഭൂതഗണങ്ങൾ കൂടി ഒരുമിച്ച് അസുരന്മാരോട് യുദ്ധം ചെയ്യുകയാണ്. ആ ഭൂതഗണങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്നാണെന്ന് പറയുന്നത്, ആ യുദ്ധഭൂമിയിൽ ദേവി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറപ്പെടുവിക്കുന്ന ഓരോ നിശ്വാസങ്ങളിൽ നിന്നും, ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ഭൂതഗണങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു, ഉദ്ഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 53. യുയുധുഹു തേ പരശുഭിഃ ഭിന്ദിപാല അസി പട്ടിശൈഃ നാശയന്തഃ അസുരഗണാൻ ദേവി ശക്തി ഉപബൃംഹിതാഃ. തേ, ആ ഭൂതഗണങ്ങൾ, അതായത് ദേവിയുടെ നിശ്വാസങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച ആ ഭൂതഗണങ്ങളും, ദേവീ ശക്തി ഉപബൃംഹിതാഹ, ദേവിയുടെ ശക്തി കൊണ്ട് കൂടുതൽ ബലം വന്നവരായിട്ട്, ബലം വച്ചപ്പോൾ ആ അസുരന്മാരോട് പരശുബി എന്ന് വെച്ചാൽ കോടാലി, ബിന്ദിപാല കവണ, അസി വാൾ, പട്ടിശൈ വീതി കൂടിയ വാൾ എന്നീ ആയുധങ്ങൾ കൊണ്ട് അസുരഗണാൻ, ആ അസുരന്മാരോട്, നാശയന്തഃ യുയുധുഹു, അവരെ നശിപ്പിക്കുന്നത് വരെ യുദ്ധം ചെയ്തു എന്ന്. അപ്പോൾ ദേവിയുടെ നിശ്വാസങ്ങളിൽ നിന്നും പുറത്തു വന്ന് ഉദ്ഭവിച്ച ആ ഭൂതഗണങ്ങളും ദേവിയുടെ ശക്തി കൊണ്ട്, ആ പ്രഭ കൊണ്ട് കൂടുതൽ ശക്തി വന്നപ്പോൾ, ബലം വന്നപ്പോൾ ആ അസുരന്മാരോട് കോടാലി, കവണ, വാൾ, പട്ടിശം എന്നീ ആയുധങ്ങൾ കൊണ്ട് അവരെ നശിപ്പിക്കുന്നത് വരെ ഈ ഒരു ഭൂതഗണങ്ങളും അവരോട് യുദ്ധം ചെയ്തു. അവാദയന്ത പടഹാൻ ഗണാഃ ശംഖാഃ തഥാ അപരേ മൃദംഗാഃ ച
തഥാ ഏവ അന്യേ തസ്മിൻ യുദ്ധമഹോത്സവേ. തസ്മിൻ യുദ്ധമഹോത്സവേ, ആ യുദ്ധമഹോത്സവത്തിൽ ഗണാഹ, ദേവിയുടെ ഭൂതഗണങ്ങളിൽ ചിലർ പടഹാൻ അവാദയന്ത, അതായത് ബേരി കൊട്ടുകയും, അതായത് ആ യുദ്ധത്തിനിടയിൽ വാദ്യഘോഷങ്ങൾ ബേരി പെരുമ്പറ മുഴക്കുകയും, തഥാ അതുപോലെ അപരെ മറ്റു ചിലർ ശംഖുമുഴക്കുകയും, തഥാ ഏവ അന്യേ അതുപോലെ തന്നെ വേറെ ചിലർ മൃദംഗാഹ ച മൃദംഗം വായിക്കുകയും ചെയ്തു എന്ന്. അതായത് ആ യുദ്ധത്തെ ഒരു മഹോത്സവമാക്കി മാറ്റുകയാണ് അവര്, ഉത്സവം പോലെ. കാരണം ദേവി ഒരല്പം പോലും ഭയമില്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്, ഒരു ലീല പോലെ, കളിയാടുന്നത് പോലെ. അതുകൊണ്ട് ദേവിയുടെ ഭൂതഗണങ്ങൾ ആ യുദ്ധം ഒരു മഹോത്സവമാക്കി മാറ്റി. അതാണ് ഇവിടെ ഉണ്ടായത്. ആ യുദ്ധമഹോത്സവത്തിലെ ദേവിയുടെ ഭൂതഗണങ്ങളിൽ ചിലർ ബേരി കൊട്ടുകയും വേറെ ചിലർ ശംഖനാദം മുഴക്കുകയും വേറെ ചിലർ മൃദംഗം വായിക്കുകയും ചെയ്തു എന്ന്. ശ്ലോകം 55. തതഃ ദേവി ത്രിശൂലേന ഗദയാ ശക്തിവൃഷ്ടിഭിഃ ഖഡ്ഗാദിഭിഃ ച ശതശഃ നിചഖാന മഹാസുരാൻ. തതഃ അനന്തരം ദേവി, ആ ദേവി ത്രിശൂലേന ത്രിശൂലം കൊണ്ടും ഗദയ ഗദ കൊണ്ടും ശക്തിവൃഷ്ടിഭിഃ വേലുകളുടെ വർഷം കൊണ്ടും, വേലുകൾ തുരുതുരാ വർഷിച്ചുകൊണ്ടും, ഖഡ്ഗാദിഭിഃ വാള് മുതലായ ആയുധങ്ങൾ കൊണ്ടും, ശതശഃ നൂറുകണക്കിന് മഹാസുരാൻ അസുരന്മാരെ നിചഖാന കൊന്നൊടുക്കി എന്ന്. അപ്പോൾ ദേവിയുടെ ഭൂതഗണങ്ങൾ ഒരുമിച്ച് ഇതൊരു വാദ്യഘോഷം മുഴക്കി മൃദംഗം വായിച്ച് ഈ യുദ്ധം ഒരു ഉത്സവമാക്കി മാറ്റുന്ന ആ സമയത്ത്, അതേസമയം ദേവിയാകട്ടെ ശൂലം കൊണ്ടും ഗദ കൊണ്ടും വേലുകൾ വർഷിച്ചുകൊണ്ടും വാളുകൊണ്ടും പല ആയുധങ്ങൾ കൊണ്ടും നൂറുകണക്കിന് അസുരന്മാരെ അവിടെ കൊന്നൊടുക്കി. ശ്ലോകം 56. പാദയാമാസ ച ഏവ അന്യാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ച അന്യാൻ അകർഷയത്. അതായത് അന്യാൻ ചില അസുരന്മാരെ ആ ദേവി ഖണ്ഡാസ്വന വിമോഹിതാൻ, ദേവിയുടെ മണിയുടെ ഖണ്ഡനാദം കൊണ്ട് മോഹിപ്പിച്ചിട്ട്, അങ്ങനെ മോഹിക്കപ്പെട്ട് നിൽക്കുന്ന അസുരന്മാരെ പാദയാമാസ ച ഏവ ശിരസ് ഛേദിച്ച് ഭൂമിയിൽ വീഴ്ത്തിക്കളഞ്ഞു. ഇനി അന്യാൻ, അതായത് മറ്റു ചില അസുരന്മാരെ പാശേന ബദ്ധ്വ വരുണപാശം കൊണ്ട് കെട്ടിയിട്ട് ഭുവി അകർഷയത് ഭൂമിയിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന്. അപ്പൊ ചില അസുരന്മാരെ ദേവി തന്റെ മണിനാദം, ആ ഖണ്ഡനാദം മുഴക്കി മോഹിപ്പിച്ചു. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് ആലോചിച്ച് അവർ നിൽക്കുന്ന നേരം തന്നെ അവരുടെ ശിരസ് ഛേദിച്ച് ഭൂമിയിൽ വീഴ്ത്തി. ചില അസുരന്മാരെ പാശം കയറുകൊണ്ട് ബന്ധിച്ച് ഭൂമിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയി. ഇനി ശ്ലോകം 57. കേചിത് ദ്വിധാ കൃതാ കേചിത് ദ്വിധാ കൃതാഃ തീക്ഷ്ണൈഃ ഖഡ്ഗപാദൈഃ തഥാ അപരേ വിപോതിതാ നിപാതേന ഗദയാ ഭുവി ശേരതേ. കേചിത് ചില അസുരന്മാരെ ആ ദേവി തീക്ഷ്ണൈഃ ഖഡ്ഗപാദൈഃ തീക്ഷ്ണമായ തന്റെ വാളുകൊണ്ട്, ദേവിയുടെ വാളുകൊണ്ടുള്ള വെട്ട് കിട്ടിയിട്ട് ദ്വിധാ കൃത രണ്ടായി പിളർത്തി കളഞ്ഞു എന്ന്. ചില അസുരന്മാരെ ദേവി തന്റെ മൂർച്ചയേറിയ വാളുകൊണ്ട് വെട്ടിയിട്ട് രണ്ടായി പിളർത്തി കളഞ്ഞു. ഇനി തഥാ അതുപോലെ അപരെ മറ്റു ചില അസുരന്മാരെ ഗദയാനിപാതേന തന്റെ ഗദ കൊണ്ട് പ്രഹരിച്ചിട്ട്, അങ്ങനെ ആ പ്രഹരം കിട്ടിയപ്പോൾ അവർ ഈ ഭൂമിയിൽ ശേരതേ വിബോധിത, അതായത് ഭൂമിയിൽ വീണു എന്ന്. വിബോധിത എന്ന് വെച്ചാൽ ചതഞ്ഞിട്ട്, ദേവിയുടെ ഗദ കൊണ്ടുള്ള പ്രഹരം ഏറ്റിട്ട് ചതഞ്ഞ് കുറെ അസുരന്മാർ ഭൂമിയിൽ വീണു. വേറെ കുറെ അസുരന്മാരെ തന്റെ തീക്ഷ്ണമായ വാളുകൊണ്ട് വെട്ടിയിട്ട് രണ്ടായി ദേവി പിളർത്തിക്കളഞ്ഞു. അപ്പോൾ ഓരോരോ അസുരന്മാരെ ദേവി എങ്ങനെ നേരിട്ടു എന്നാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. ഇനി 58. വേമുഹൂച്ച കേചിത് രുതിരം മുസലേന വൃഷം ഹതാഹ കേചിത് നിപാതിത ഭൂമൗ ഭിന്നാ ശൂലേന വക്ഷസി.
ചിലർ, അതായത് കേജിത് ചില അസുരന്മാരെ മുസലേന ഇരുമ്പുലക്ക കൊണ്ട് വൃഷം ഹത ശക്തിയായി അടിച്ചപ്പോൾ അവർ രുതിരം വേമുച്ചു രക്തം ഛർദിച്ച് താഴെ വീണു. ഇനി കേജിത് മറ്റു ചില അസുരന്മാരെ ശൂലേന വക്ഷസി തൻ്റെ ശൂലം കൊണ്ട് അവരുടെ വക്ഷസിൽ ഭിന്ന മുറിച്ചിട്ട് നെഞ്ചിൽ തറച്ചിട്ട് നിപാതിതാ ഭൂമോ ഭൂമിയിൽ വീണു എന്ന്. ചില അസുരന്മാരെ ദേവി തൻ്റെ ഇരുമ്പുലയ്ക്ക കൊണ്ട് പ്രഹരിച്ചപ്പോൾ ആ അടിയുടെ ശക്തി കൊണ്ട് അവര് രക്തം ഛർദിച്ച് താഴെ വീണു. വേറെ ചില അസുരന്മാരെ ദേവി തൻ്റെ ശൂലം കൊണ്ട് നെഞ്ചിലേക്ക് അസ്ത്രം അയച്ചപ്പോൾ ആ ശൂലം തറച്ചിട്ട് നെഞ്ച് പിളർന്ന് ഭൂമിയിൽ വീണു. ശ്ലോകം 59. നിരാകൃത ശരൗഖേന കൃതാഹ കേചിത് രണ അചിരേ സേനാ അനുകാരിണഃ പ്രാണാൻ മുമുചുഹു ത്രിദശ അർദ്ധനഃ. രണ അചിരേ ആ യുദ്ധഭൂമിയിൽ കേചിത് ചില അസുരന്മാർ. അത് എങ്ങനെയുള്ള അസുരന്മാർ? സേന അനുകാരിണഃ സേനാനായകന്മാരായ ത്രിദശ അർദ്ധന. ത്രിദശ എന്ന് വെച്ചാൽ ദേവന്മാർ. ദേവന്മാരെ ദ്രോഹിക്കുന്ന അസുരന്മാർ. ആ യുദ്ധഭൂമിയിൽ ദേവന്മാരെ ദ്രോഹിക്കുന്ന ഈ അസുരന്മാരിൽ ചില സേനാനായകന്മാരായവർ പോലും ശരൗഖേന കൃത ദേവിയുടെ ആ ശരപ്രയോഗത്താൽ ദേഹം മുഴുവൻ അമ്പുകൊണ്ട് നിരാകൃത ആകൃതി നഷ്ടപ്പെട്ടവരായിട്ട് പ്രാണൻ മുമുച്ചു പ്രാണൻ വെടിഞ്ഞ് താഴെ വീണു എന്ന്. ആ യുദ്ധഭൂമിയിൽ ചില സേനാനായകന്മാരായ അസുരന്മാർ പോലും ദേവിയുടെ ശരപ്രയോഗത്താൽ ദേഹം മുഴുവൻ അമ്പുകൊണ്ട് ആകൃതി നഷ്ടപ്പെട്ടവരായി പ്രാണൻ വെടിഞ്ഞു. ഇനി ശ്ലോകം 60. കേശാഞ്ചിത് ബാഹവ ചിന്ന ഗ്രീവാഹ തദാപരേ. കേശാഞ്ചിത് ചിന്ന ഗ്രീവാഹ തഥാ അപരേ ശിരാംസി പേതുഃ അന്യേഷാം അന്യേ മധ്യേ വിദാരിതാഃ. ഇനി കേശാഞ്ചിത് ചില അസുരന്മാരുടെ ബാഹവശ്ചിന്ന കൈകൾ മുറിഞ്ഞുപോയി. തഥാ അതുപോലെ അപരേ മറ്റു ചില അസുരന്മാരുടെ ചിന്ന ഗ്രീവഹ കഴുത്തു മുറിഞ്ഞുപോയി. ഇനി അന്വേഷാം മറ്റു ചിലരുടെ ശിരാംസി പേതു ശിരസ് താഴെ അറ്റുവീണു. ഇനി അന്യേ മറ്റു ചില അസുരരുടെ മധ്യേ വിദാരിത അതായത് ശരീരത്തിന്റെ നെടുകെ അങ്ങ് കീറിപ്പോയി എന്ന്. ചില അസുരന്മാരുടെ കൈകൾ മുറിഞ്ഞ് അറ്റുവീണു, ചിലരുടെ കഴുത്തറ്റു വീണു, മറ്റു ചിലരുടെ ശിരസ് മുറിഞ്ഞു വീണു, മറ്റു ചിലർ ശരീരത്തിന്റെ ഹൃദയഭാഗം തന്നെ നെടുകെ അങ്ങ് കീറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 61. വിച്ഛിന്ന ജംഗാഹ തു അപരേ. വിച്ഛിന്ന ജംഗാഹ തു അപരേ പേതുഃ ഉർവ്യാം മഹാസുരാഃ ഏക ബാഹു അക്ഷിചരണാഃ കേചിത് ദേവ്യാ ദ്വിധാ കൃതാഃ. ഇനി ചില അസുരന്മാരുടെ വിച്ഛിന്ന ജംഗാഹ തു കണങ്കാലുകൾ മുറിക്കപ്പെട്ടിട്ട് ഉർവ്യാം പേതുഹു ഭൂമിയിൽ വീണു എന്ന്. അപരേ മഹാസുര ചില അസുരന്മാരുടെ കണങ്കാലുകൾ മുറിക്കപ്പെട്ട് അവർ ഭൂമിയിൽ പതിച്ചു. ഇനി കേജിത്ത് ചിലരുടെ ഏകബാഹു ഒരു കൈയും അക്ഷി ഒരു കണ്ണും ചരണ ഒരു കാലും ഇത് മാത്രം ബാക്കിയാക്കി ദ്വിതാകൃത രണ്ടായി മുറിഞ്ഞുപോയി എന്ന്. ചില അസുരന്മാരുടെ കണങ്കാലുകൾ മുറിക്കപ്പെട്ട് താഴെ വീണു. ചിലരുടെ ശരീരത്തിലെ ഒരു കണ്ണ് മുറിഞ്ഞു വീണു, ഒരു കൈ മുറിഞ്ഞു വീണു, ഒരു കാല് മുറിഞ്ഞു വീണു. അങ്ങനെ രണ്ടായി മുറിക്കപ്പെട്ടു. ദേവി ഓരോരുത്തരെയും എങ്ങനെയാണ് പൊരുതിയത്, ഓരോരുത്തരെയും എങ്ങനെയാണ് വധിച്ചത് എന്നാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 62. ചിന്നേ അഭി ച അന്യേ ശിരസി പതിതാഹ പുനഃ ഉത്ഥിതാഹ കബന്ധാഹ യുയുദുഹു ദേവ്യാ ഗൃഹീത പരമായുധാഹ. അന്യേ ഇനി വേറെ ചില അസുരന്മാർ ചിന്നേ അഭി ശിരസി തലയറ്റ് താഴെ പതിതഹ വീണിട്ടും പുനഃ ഉദ്ധിതഹ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്
ഗൃഹീതപരമായുധാഹ ഉഗ്രമായ ആയുധങ്ങൾ കയ്യിലേന്തിയിട്ട് കബന്ധാഹ കബന്ധരൂപികളായിട്ട്, കബന്ധരൂപി എന്ന് വെച്ചാൽ അർത്ഥം തലയില്ലാതെ ശരീരം മാത്രമായിട്ട് നിൽക്കുക, അതാണ് കബന്ധരൂപി. അങ്ങനെ കബന്ധരൂപികളായിട്ട് യുയുദുഹു ദേവിയോട് യുദ്ധം ചെയ്തു എന്ന്. അപ്പൊ ചില അസുരന്മാർ ശിരസ് അറ്റ താഴെ വീണിട്ടും അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റിട്ട് ശക്തമായ ആയുധങ്ങൾ കയ്യിലേന്തി കബന്ധരൂപികളായിട്ട് ദേവിയോട് യുദ്ധം ചെയ്തു. ശ്ലോകം 63. നനൃദുഹൂച്ച അപരേ തത്ര യുദ്ധേ തൂര്യലയാ ആശ്രിതാഃ കബന്ധാശ്ചിന്ന ശിരസഃ ഖഡ്ഗശക്തി ഋഷ്ടിപാണയഃ. ഇനി അപരേ തത്ര യുദ്ധേ ആ യുദ്ധത്തിൽ അപരേ മറ്റു ചില അസുരന്മാർ തൂര്യലയാ ആശ്രിതാഃ വാദ്യങ്ങളുടെ താളക്രമത്തിൽ നനൃദുഹു നൃത്തമാടിയെന്ന്. അവിടെ ദേവാസുര യുദ്ധം നടക്കുന്ന ആ ഒരു സമയത്ത് ദേവിയുടെ ഭൂതഗണങ്ങൾ ഒരുപാട് വാദ്യഘോഷങ്ങൾ മുഴക്കിയിരുന്നു. അപ്പോൾ ആ യുദ്ധഭൂമിയിൽ ചില അസുരന്മാർ ആ വാദ്യഘോഷങ്ങൾ കേട്ട് അതിൻ്റെ താളത്തിനനുസരിച്ച് നനൃദുഹു നൃത്തമാടി. എന്നാൽ കബന്ധാഹ ചിന്ന ശിരസഹ തലയറ്റുപോയ കബന്ധരൂപികളായ അസുരന്മാർ വാള്, ശക്തി, ഋഷ്ടി, വാള്, വേല്, ഋഷ്ടി എന്ന് വെച്ചാൽ ഇരുതല വാള്, 2 തലകളുള്ള വാള് എന്നാണ് അർത്ഥം, എന്നിവ കൊണ്ടും ദേവിയോട് യുദ്ധം ചെയ്തു എന്ന്. അപ്പോൾ കാണുമ്പോൾ ചില അസുരന്മാർ ആ വാദ്യഘോഷത്തിനനുസരിച്ച് നൃത്തമാടുന്നുണ്ട് ആ യുദ്ധഭൂമിയിൽ. മറ്റു ചിലർ കബന്ധരൂപികളായിട്ട് തലയറ്റുപോയെങ്കിൽ പോലും വീണടുത്ത് നിന്ന് എഴുന്നേറ്റ് വാള്, വേല്, ഇരുതല വാൾ എന്നിവ കൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്യുന്നു. ഇനി അന്യേ മഹാസുര മറ്റു ചില അസുരന്മാർ ആ ദേവിയോട് തിഷ്ട നിൽക്കവിടെ ഇതി എന്നു പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ദേവിയോട് പോരാടി എന്ന്. അപ്പൊ വേറെ ചില അസുരന്മാർ ദേവിയോട് നിൽക്കവിടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടും ദേവിയോട് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. ശ്ലോകം 64. പതിതൈഹി രഥ നാഗ അശ്വൈഹി അസുരൈഹി ച വസുന്ധര അഗമ്യ സ അഭവത് തത്ര യത്ര അഭൂത് സ മഹാരണഃ. എവിടെയാണോ മഹാരണ ആ മഹത്തായ യുദ്ധഭൂമി ഉണ്ടായിരുന്നത് തത്ര അവിടെ വസുന്ധര ആ ഭൂമിയിൽ പതിതൈഹി താഴെ വീണ് കിടക്കുന്ന രഥങ്ങൾ, നാഗം എന്ന് വെച്ചാൽ ആനകൾ, അശ്വമെന്നാൽ കുതിരകൾ, അസുരന്മാർ, ഇവ കൊണ്ട് അഗമ്യ സ അഭവത്ത് ആ യുദ്ധഭൂമി നിറഞ്ഞത് കാരണം അവിടം അഗമ്യ എന്ന് വെച്ചാൽ ഗമിക്കാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ നടക്കാൻ കഴിയാത്ത, ഒരാൾക്ക് അതിലൂടെ നടക്കാൻ കഴിയാത്ത വിധം ആ യുദ്ധഭൂമി നിറഞ്ഞു എന്ന്. ദേവിയാൽ വധിക്കപ്പെട്ട ആനകൾ, കുതിരകൾ, അസുരന്മാർ, രഥങ്ങൾ ഇവ കൊണ്ട് ആ യുദ്ധഭൂമി നിറഞ്ഞത് കാരണം ആ യുദ്ധക്കളം അഗമ്യമായി തീർന്നു. ഒരാൾക്ക് അതിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും സ്ഥലമില്ലാത്തത്രയ്ക്കും നിറഞ്ഞു എന്നാണ് പറയുന്നത്. ശ്ലോകം 65. ശോണിദൗഘ മഹാനദ്യഃ സദ്യ തത്ര വിസുശ്രുവുഃ മധ്യേ ച അസുരസൈന്യസ്യ വാരണ അസുരവാചിനാം. ആ അസുരസൈന്യത്തിന്റെ മധ്യത്തിൽ തത്ര അവിടെ സദ്യ വളരെ പെട്ടെന്ന് തന്നെ അസുരന്മാരുടെയും, അതാണ് അസുര സൈന്യസ്യ വാരണ അസുരവാചിനാം, അസുരന്മാരുടെയും ആനകളുടെയും കുതിരകളുടെയും ശോണിതൗഘ രക്തപ്രവാഹം മഹാനദികളായി ഒഴുകുവാൻ തുടങ്ങി. വിസുശ്രുവു എന്ന് വെച്ചാൽ ഒഴുകുവാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ആ യുദ്ധഭൂമിയിൽ ആനകളുടെയും കുതിരകളുടെയും അസുരന്മാരുടെയും ഒക്കെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തപ്രവാഹം നദിയായി മാറി അതിലെ ആ യുദ്ധഭൂമിയിലൂടെ ഒഴുകുവാൻ തുടങ്ങി. ശ്ലോകം 66. ക്ഷണേന തൻ മഹാസൈന്യ അസുരാണാം തദാംബിക നിന്യേ ക്ഷയം യഥാ വഹ്നിഹി തൃണദാരു മഹാചയം. അതായത് തഥാ അപ്പോൾ അംബികാദേവി തത് മഹാസൈന്യ അസുരാണാം അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ
ക്ഷണേന വളരെ പെട്ടെന്ന് തന്നെ വഹ്നി അഗ്നി തൃണദാരു മഹാജയം പുൽമേടിനെയും കാടിനെയും എങ്ങനെയാണോ ഇല്ലാതാക്കുന്നത് അതുപോലെ നിന്നെ ക്ഷയം, അതായത് നൊടിയിടയിൽ ഇല്ലാതാക്കി എന്ന്. അപ്പോൾ ഈ സമയം ആ ദേവി അസുരന്മാരുടെ മഹാസൈന്യത്തെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കാട്ടുതീ ആ കാടിനെയും അതുപോലെ ഒരു പുൽമേടിനെയും എങ്ങനെ എപ്രകാരമാണോ നിമിഷ നേരം കൊണ്ട് കത്തിച്ചാമ്പലാക്കുന്നത് അതുപോലെ ദേവി വളരെ പെട്ടെന്ന് തന്നെ ആ അസുരന്മാരുടെ മഹാസൈന്യത്തെ നൊടിയിടയിൽ തന്നെ ഇല്ലാതാക്കി. ഇനി ദേവി മാത്രമല്ല, സിംഹം, ദേവിയുടെ വാഹനമായ സിംഹം എന്തു ചെയ്തു? അതാണ് 67 പറയുന്നത്. ശ്ലോകം 67. സഹച സിംഹോ മഹാനാദം ഉത്സൃജൻ ദുതകേസരഃ ശരീരേഭ്യഃ അമര അരീണാം അസൂൻ ഇവ വിജിന്വതി. സഹച സിംഹ, ദേവിയുടെ വാഹനമായ സിംഹവും ദുധകേസരഹ, സടകൾ കുടഞ്ഞുകൊണ്ട്, മഹാനാദം ഉത്സൃജൻ, ഉറക്കെ ഗർജിച്ചുകൊണ്ട്, അമര അരീണാം, ആ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരുടെ ശരീരേഭ്യഃ, ശരീരങ്ങളിൽ നിന്ന്, അസൂൻ വിജിന്വതി, പ്രാണൻ അന്വേഷിക്കുന്നത് പോലെ, ഇവ എന്ന് വെച്ചാൽ എന്നതുപോലെ കാണപ്പെട്ടു. അതായത് താഴെ വീണ് കിടക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ ഇനിയും ജീവൻ അവശേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ കൂടി കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ആ ദേവിയുടെ വാഹനമായ സിംഹം ഗർജിച്ചുകൊണ്ട് സടകുടഞ്ഞുകൊണ്ട് താഴെ വീണ് കിടക്കുന്ന അസുരന്മാരുടെ ശരീരങ്ങളിൽ ഇനി ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രാണൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ ഇങ്ങനെ അവരെയൊക്കെ മണത്ത് നടക്കുന്നുണ്ടായിരുന്നു ദേവിയുടെ സിംഹവും. ശ്ലോകം 68. ദേവ്യാ ഗണൈഹി ച തൈഹി തത്ര കൃതം യുദ്ധം തഥാ അസുരൈഹി യഥാ യേഷാം തുഷ്ടുവുഃ ദേവാഃ പുഷ്പവൃഷ്ടി മുചഃ ദിവിഹി. ദേവാഹ, ആ ദേവന്മാർ, ദിവിഹി, ആകാശത്ത് വന്ന് നിന്ന്, പുഷ്പവൃഷ്ടി മുചഃ, പുഷ്പവൃഷ്ടി ചെയ്തു. യഥാ, എപ്രകാരമാണോ, തുഷ്ടുവുഹു, യേഷാം തുഷ്ടുവുഹു, ആ ദേവിയെ അവർ സ്തുതിച്ചത്. അതായത് ദേവന്മാർ ആകാശത്ത് വന്ന് നിന്ന് ദേവിയുടെ നേരെ പുഷ്പവൃഷ്ടി നടത്തി ദേവിയെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ സ്തുതിക്കത്തക്ക വിധം ദേവ്യാഹ ഗണൈഹി ച, ദേവിയുടെ ഗണങ്ങളും, തത്ര, അവിടെ നിന്ന്, തൈഹി അസുരൈഹി, ആസുരന്മാരോട്, കൃതം യുദ്ധം ചെയ്തു എന്ന്. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്ന ദേവന്മാർ ആകാശത്ത് വന്ന് നിന്ന് ദേവിയുടെ നേർക്ക് പുഷ്പവൃഷ്ടി ചെയ്തു, ദേവിയെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ സ്തുതിക്കത്തക്ക വിധം ദേവിയും ദേവിയുടെ ഗണങ്ങളും ചേർന്ന് ആസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഓരോരുത്തരെയായി നശിപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത്. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ദ്വിതീയ അധ്യായഃ. ഇങ്ങനെ ദേവി മഹിഷാസുര സൈന്യവധം എന്ന ഈ ഒരു കർമ്മത്തെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. മഹിഷാസുര സൈന്യവധം എന്ന ഈ ഒരു 2-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു.